ഇൻക്വിലാബ് സിന്ദാബാദ്. പ്രതിഷേധം പ്രതിഷേധം. കേരള ന്യൂസ് യൂണിയൻ പ്രതിഷേധം. പ്രതിഷേധം പ്രതിഷേധം. കേരള ന്യൂസ് യൂണിയൻ പ്രതിഷേധം. ഇൻക്വിലാബ് സിന്ദാബാദ്. നഴ്സ് അമീനയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേരള നഴ്സസ് അസോസിയേഷൻ കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് CITU മലപ്പുറം ജില്ലാ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്തു. ഇത് ഈ രംഗത്ത് തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെ കേരള നഴ്സസ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനയാണ് ഇത് നടത്തുന്നത്. ഇവിടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നതും കാണാൻ കഴിയുന്നതും മാനേജ്മെന്റ് ഒരാശുപത്രി നടത്തുമ്പോൾ അതിനെന്തെല്ലാം ഫെസിലിറ്റി വേണം എന്ന് ആദ്യം നോക്കട്ടെ. ഇവിടെ പരിശോധിച്ചാൽ ഇവിടെ ഹരോ പറഞ്ഞത് നഴ്സിംഗ് സൂപ്രണ്ട് പോലും BSc നഴ്സിംഗ് പാസ്സായിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. അവരുടെ സർട്ടിഫിക്കറ്റ് ആകെ പരിശോധിക്കട്ടെ. മനുഷ്യന്റെ ജീവൻ വെച്ചല്ലേ, മനുഷ്യൻ ജീവൻ രക്ഷിക്കാനല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്. ഞാനിങ്ങനെ നോക്കി ആശുപത്രി അല്ലേ, ഒരു ഫയർ സർവീസ് വരാനുള്ള സൗകര്യം ഉണ്ടോ ആ റോഡ്? ഇല്ല. നേരെ ഒരു വലിയ ആംബുലൻസ് പോലും കടക്കാൻ പര്യാപ്തമല്ലാത്ത ഒരു പ്രദേശത്ത് കുറച്ചാളുകൾ പണം മുടക്കി അവർക്ക് വേണ്ടി അല്ലേ മാനേജ്മെന്റ് എന്ന ഒരു ഗുണ്ടയെ സ്ഥാപിച്ചു. ആ ഗുണ്ടയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള പെൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്, അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ്. അതങ്ങനെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവർ മാത്രമല്ലല്ലോ ഈ രാജ്യത്തുള്ളൂ, അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയാണ്. അതവിടെ കാണാൻ സാധിച്ചത് അല്ലേ. ഒരു പെൺകുട്ടി മരിക്കണമെങ്കിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാവും അല്ലേ. ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന വേറെ ഇതുണ്ട്, ഇത് അതിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു അല്ലേ. മറ്റൊരു ചെറുപ്പക്കാരനുമായി അല്ലേ, അതാണല്ലോ വേഗം വരിക. അങ്ങനെ മരണത്തെ പോലും അല്ലേ വക്രീകരിച്ച് ഇവര് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് ഇപ്പൊ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശോധിക്കണം അല്ലേ. പോലീസ് ഇവിടെ വന്ന് കാവലെന്നാ പോരാ, ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്നോട് പറഞ്ഞുതരാം, നിങ്ങൾ മാനേജ്മെന്റ് ആ നിലപാടെടുത്താൽ ആ കുട്ടികൾ യൂണിയനിൽ ചേരുകയോ ദാരുണമായി മരണപ്പെട്ട ഒരു കുട്ടിയുടെ ആ മരണത്തിൽ സഹതപിച്ചും അതിൽ പ്രതിഷേധിച്ചും സമരത്തിൽ പങ്കാളികളാവുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോലീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കുട്ടിയെ പോലും ഒരു നഴ്സിനെ പോലും ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനെയും നിങ്ങൾ ഇറക്കി വിടൂല. ഇറക്കി വിട്ടാൽ അന്ന് അമാന ആശുപത്രിയുടെ ഗേറ്റ് കൂട്ടും. അത് ഏത് പോലീസ് സംരക്ഷണം കിട്ടിയാലും ഉറപ്പിച്ചു പറയാണ്. രണ്ടും നിങ്ങൾ കരുതി വെച്ചോ. നിങ്ങൾ ആശുപത്രി ജീവനക്കാരെ സംഘടിച്ചതിന്റെ പേരിൽ യൂണിയനിൽ ചേരുന്നതിന്റെ ഭാഗമായി ആ മരണപ്പെട്ട കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി ഒരാളെ പുറത്താക്കിയാൽ അന്ന് അമാന ആശുപത്രിയുടെ പൂട്ട് തൊഴിലാളി വർഗം പൂട്ടും. അന്ന് അവസാനത്തെ ദിവസവും കുറ്റക്കാരെ ഉടൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് കേരള നഴ്സസ് അസോസിയേഷൻ അറിയിച്ചു. അമീനയുടെ മരണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് മുൻ മാനേജർക്കെതിരെയും ആശുപത്രി മാനേജ്മെന്റിനെതിരെയും ഉയർന്നിട്ടുള്ളത്. ഈ ചാനൽ കുറ്റിപ്പുറം. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.